മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന എൻ്റെ വീട് എൻ്റെ ശുചിത്വം പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പുഷ്പകുമാരി വിജയകുമാർ നിർവഹിച്ചു. പൊതു ഇടങ്ങളുടെ ശുചീകരണ ജോലികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ അംഗങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് അസോസിയേഷൻ നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാപരമാണെന്ന് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രധാനമായ ലക്ഷ്യം. അതിലൂടെയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾക്കും മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ വർഷവും നടക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ട് ഇന്ന് പൊതു ഇടങ്ങളെക്കാളേറെ കുടുംബങ്ങളിലേക്ക് തന്റെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അവരവരുടെ തന്നെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധം എത്തിച്ചുകൊണ്ട് ഈ വരുന്ന ഒരാഴ്ചക്കാലം മാലിന്യ മുക്തമായിട്ടുള്ള നിർമ്മാർജ്ജനമായിട്ടുള്ള ആചരിക്കുകയാണ് ഒരാഴ്ച. അപ്പൊ ആ കുടുംബങ്ങളിൽ എത്തുമ്പോൾ ആ എല്ലാ കുടുംബങ്ങളിലെയും ശുചീകരണം നടക്കുന്നതോടൊപ്പം അത് സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ആരോഗ്യപരമായ ഒരു മത്സരം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. മെയ് 31 വരെയുള്ള ഒരാഴ്ചക്കാലമാണ് ഈ പദ്ധതി പ്രകാരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏറ്റവും നന്നായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുന്നതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് ബി സുനിൽകുമാർ പറഞ്ഞു. വാർഡ് കൗൺസിലർ താര സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ശുചീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഹരികുമാർ ജി നായർ നിർവഹിച്ചു. മാലിന്യ സംസ്കരണം, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ എന്നിവ ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 1 വർഷം നീളുന്ന പ്രവർത്തനങ്ങൾക്കാണ് അസോസിയേഷൻ രൂപം നൽകിയിട്ടുള്ളതെന്ന് ആമുഖ പ്രസംഗം നടത്തിയ സെക്രട്ടറി ജി വിനോദ് കുമാർ പറഞ്ഞു. ID കാർഡുകളുടെ വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് EP സലീമിന് നൽകിക്കൊണ്ട് രക്ഷാധികാരി ദിനേശ് ആർ ഷെണായി നിർവഹിച്ചു. ട്രഷറർ N വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ MS അപ്പുകുട്ടൻ നായർ, TG രാമചന്ദ്രൻ നായർ, ഭാരവാഹികളായ കൃഷ്ണൻകുട്ടി കുറുപ്പ്, രാഹുൽ നടുവീട്, സ്ത്രീശക്തി കോർഡിനേറ്റർ അമ്മിണി സുശീലൻ നായർ, ശ്രീകല രാജു, ജേക്കബ് കൂപ്ലി, B അരുൺകുമാർ, ബിനീഷ് G പോൾ തുടങ്ങിയവർ പങ്കെടുത്തു.